ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയൊരു നോവൽ തുടങ്ങുകയാണ്. കാറ്റിൽ തുറന്ന ജാലകം. രചന കെ സുധാകരൻ. അവതരണം ജാഷി വയനാട്. അപ്പോൾ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. അപ്പോൾ നമുക്ക് നോവലിലേക്ക് പോയാലോ. രാവിലെ ഓഫീസിലേക്ക് പോകാൻ സാരി ഉടുത്ത ശേഷം പൊട്ടുകുത്താനായി നീലക്കണ്ണാടിയുടെ മുമ്പിൽ വന്നു നിന്നപ്പോഴാണ് ഇന്നലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ നിർമ്മല പറഞ്ഞ കാര്യം സുരഭിക്ക് ഓർമ്മ വന്നത്. സുരഭി മേഡത്തെ കണ്ട 45 ആരും പറയില്ല, ഒരു 38-40. വെറുതെ ചിരിച്ചതല്ലാതെ സുരഭി ഒന്നും പറഞ്ഞില്ല. ശരിയാ, നല്ല ഉയരവും ആവശ്യത്തിന് വണ്ണവും ഉള്ളതുകൊണ്ടാണ് സുരഭി മേഡത്തിന് സാരി എടുത്ത ഇത്ര ഭംഗി. ഓവർസിയർ മൈഥിലി പറഞ്ഞു. നല്ല വണ്ണമുണ്ട് മൈഥിലിക്ക്, അതിൻ്റെ ഒരു അപകർഷതയുണ്ട് അവൾക്ക്. കഴിഞ്ഞ മാസം മണ്ണാർശാരെ തൊഴാൻ ചെന്നപ്പോൾ മാഡത്തെയും മോളെയും കണ്ടു. ചേച്ചി അനിയത്തിയാണെന്നേ ആര് കണ്ടാലും വിചാരിക്കും, നിർമ്മല പിന്നെയും പറഞ്ഞു. എന്തിനാണ് കൂടെ ജോലി ചെയ്യുന്ന സ്റ്റാഫ് ഇങ്ങനെ പ്രശംസിക്കുന്നതെന്ന് സുരഭിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. ഒരുപക്ഷെ അവർ നല്ല മനസ്സിൻ്റെ ഉടമകളായതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഓഫീസ് മേധാവിയുടെ പ്രീതി പഠിച്ചു പറ്റാനാവാം. പൊതുമരാമത്ത് വകുപ്പിൻ്റെ സബ് ഡിവിഷണൽ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് സുരഭി. പക്ഷേ ഈ സൗന്ദര്യവും വിട്ടുപോകാൻ മടിക്കുന്ന യൗവനവും കൊണ്ട് എന്ത് പ്രയോജനം? സുരഭി ഒന്ന് തിരിഞ്ഞു നോക്കി. മേശപ്പുറത്തുണ്ടായിരുന്ന സ്റ്റീൽ ഫ്രെയിമുള്ള ഫോട്ടോയിലിരുന്ന് ഡോക്ടർ ഗിരീഷ് പുഞ്ചിരിച്ചു. 3 വർഷം കഴിയുന്നു വീട്ടിലെ വിളക്കണഞ്ഞു പോയിട്ട്. അവൾ അറിയാതെ ഒന്ന് നിശ്വസിച്ചു. ഒരുങ്ങിക്കഴിഞ്ഞ് സുരഭി ബെഡ്റൂമിൽ നിന്നും ഹാൾമുറിയിലേക്ക് ചെന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി പല പാത്രങ്ങളിലാക്കി ഡൈനിങ് ടേബിളിൽ മായ ഭംഗിയായി അടച്ചു വെച്ചിട്ടുണ്ട്. മായേ, സുരഭി നീട്ടി വിളിച്ചു. ചായ ഇപ്പോൾ കൊണ്ടുവരാൻ ചേച്ചി, കിച്ചണിൽ നിന്നും മായ വിളിച്ചു പറഞ്ഞു. വിജയേച്ചി കഴിച്ചോ? ഇല്ലെന്ന് തോന്നുന്നു. വിജയലക്ഷ്മിയെ വിളിക്കാനായി അവൾ ചെന്നപ്പോൾ മുറി അടഞ്ഞു കിടക്കുകയാണ്. വിജയേച്ചി, അവൾ വാതിലിൽ മുട്ടി. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ വിജയലക്ഷ്മി വാതിൽ തുറന്നു. എന്താ സുരഭി, നിനക്ക് ഓഫീസിൽ പോകാറായോ? അവർ ചോദിച്ചു. മണി 8:30 വിജയിച്ച് കഴിക്കുന്നില്ലേ? വാ, നമുക്കൊരുമിച്ചിരിക്കാം. കിടക്കുമായിരുന്നു, രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ക്ഷീണം പോലെ. BP ചെക്ക് ചെയ്തിട്ട് 1 മാസമായില്ലേ. വൈകുന്നേരം ഞാൻ ഓഫീസിൽ നിന്ന് നേരത്തെ വരാം, എന്നിട്ട് ഡോക്ടറെ കാണാൻ പോവാം, സുരഭി പറഞ്ഞു. അതൊന്നും വേണ്ട, രാത്രിയിലെയും രാവിലെയും ഗുളിക കഴിക്കുന്നുണ്ടല്ലോ. ഗാഥമോള് വരുമ്പോൾ അവളെ കൊണ്ട് നോക്കിക്കാം BP. വിജയലക്ഷ്മി പറഞ്ഞത് കേട്ട് സുരഭി പുഞ്ചിരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജനാണ് ഗാഥ. അച്ഛനെപ്പോലെ ഡോക്ടർ ആകണമെന്നായിരുന്നു അവളുടെയും ആഗ്രഹം. ഇനി ചായ കുടിച്ചിട്ട് കിടക്കാം, വിജയിച്ചു വാ. സുരഭിയോടൊപ്പം വിജയലക്ഷ്മി പ്രാതൽ കഴിക്കാൻ ചെന്നു. ഗിരിയേട്ടൻ്റെ മൂത്ത സഹോദരിയാണ് അവർ. മകൻ ഫാമിലിയായി അമേരിക്കയിൽ. ഭർത്താവ് മരിച്ചപ്പോൾ കുറച്ച് നാൾ അമേരിക്കയിൽ ചെന്ന് മോൻ്റെ കൂടെ താമസിച്ച് മടുപ്പായപ്പോൾ തിരിച്ചു പോകുന്നതാണ്. സുരഭി ഒറ്റയ്ക്കല്ലേ ഇനി? ഞാനിനി ഇവിടെ താമസിക്കാം. എനിക്കും ഒരു കൂട്ട്, അവർക്കും ഒരു കൂട്ട്. ഗിരീഷ് മരിച്ച അന്നു മുതൽ വിജയലക്ഷ്മി ഇവിടെ താമസം തുടങ്ങിയതാണ്. വിജയലക്ഷ്മിക്ക് വയസ്സ് 65. പക്ഷെ ആരോഗ്യത്തിന് വലിയ കാര്യമായ കുഴപ്പമൊന്നുമില്ല. എന്നും വൈകുന്നേരം അമ്പലത്തിൽ പോകും. അനുജത്തി ജയശ്രീ ചെറുതനയിലാണ് താമസം. ഇടയ്ക്ക് 1-2 ദിവസം അവിടെയും പോയി താമസിക്കും. മായ അന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്, ഒഴിക്കാൻ സാമ്പാറും ചട്നിയും. വിജയലക്ഷ്മി കഴിക്കാനിരുന്നു. മായ 2 പേർക്കും ചായ കൊണ്ടുവന്ന് കൊടുത്തു. നീ കഴിക്കുന്നില്ലേ? വിജയലക്ഷ്മി ചോദിച്ചു. മീൻകാരനും പച്ചക്കാരനും വന്നാൽ നല്ലതാണെങ്കിൽ മേടിക്കണം കേട്ടോ, സുരഭി മായയോട് പറഞ്ഞു. വാങ്ങിക്കാൻ ചേച്ചി, വിജയേച്ചി ഉള്ളതുകൊണ്ട് എന്നെ ആരും കളിപ്പിക്കത്തില്ല, ചിരിയോടെ മായ പറഞ്ഞു. വാടാത്ത പച്ചക്കറിയും ചീയാത്ത മീനും തിരിച്ചറിയാൻ വിജയലക്ഷ്മി മിടുക്കിയാണ്. എൻ്റെ അടുത്ത് ഒരുത്തൻ്റെയും കളി നടക്കത്തില്ല, അവർ പറഞ്ഞു. മായ ഒരു പാവാണ്. 20 വയസ്സുള്ളപ്പോൾ ജോലിക്ക് വന്നതാണ്. ഇപ്പോൾ 4 വർഷം കഴിയുന്നു. അവൾ ശമ്പളം കയ്യിൽ വാങ്ങാറില്ല. എല്ലാ മാസവും അത് അവളുടെ പേരിൽ ആരംഭിച്ച ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് സുരഭി ചെയ്യുന്നത്. യോജിച്ച ആലോചന വരുമ്പോൾ അവളുടെ കല്യാണം നടത്താമല്ലോ. പെട്ടെന്നാണ് ഒരു ബുള്ളറ്റ് മോട്ടോർ സൈക്കിള് ഗേറ്റ് കടന്ന് വന്നത്. രാഹുലാണെന്ന് തോന്നല്ലോ. ബൈക്കിൻ്റെ ശബ്ദം കേട്ടപ്പോൾ സുരഭിക്ക് മനസ്സിലായി. അതേ ചേച്ചി, ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിട്ട് മായ പറഞ്ഞു. ജയശ്രീയുടെ മകനാണ് രാഹുൽ. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ
സൈറ്റ് എഞ്ചിനീയറാണ് അവൻ. സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ അകത്തേക്ക് കയറി വന്നു. അല്ല, നല്ല സമയത്താണല്ലോ ഞാൻ വന്നത്. അയാൾ കസേര നീക്കിയിട്ട് വിജയലക്ഷ്മിയുടെ അടുത്തിരുന്നു. മായേ, ഒരു പ്ലേറ്റ് കൂടി വെക്ക്. സുരഭി പെട്ടെന്ന് നിർദ്ദേശം കൊടുത്തു. വേണ്ട ആൻറ്റി, ഞാൻ കഴിച്ചിട്ടാണ് വരുന്നത്. സൈറ്റിലേക്ക് പോകുന്ന വഴി ഒന്ന് കയറിയെന്നേ ഉള്ളൂ, അയാൾ പറഞ്ഞു. എവിടെയായിരുന്നു സൈറ്റ്? സുരഭി തിരക്കി. കരിപ്പുഴയിലും ചേപ്പാട്ട് ചെറുതനയിലും തട്ടാരമ്പലത്തിലൊക്കെ പ്രൊജക്റ്റുകളുണ്ട് ആൻറ്റി. എല്ലായിടത്തും പോകണം, അല്ലെങ്കിൽ പണിക്കാരുഴപ്പും, അയാൾ പറഞ്ഞു. മായേ, രാഹുലിന് കഴിക്കാൻ വേണ്ടെന്ന് ഒരു ചായയെങ്കിലും കൊടുക്ക്, വിജയലക്ഷ്മി വിളിച്ചു പറഞ്ഞു. ചായ കുടിക്കാം. എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് രാഹുൽ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഗിരീഷങ്കളാണ് അവനെ കൊണ്ടുവന്ന് തമിഴ്നാട്ടിലെ പ്രശസ്തമായ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ വാങ്ങിക്കൊടുത്തത്. ഗാഥ ഇനി എന്ന് വരും ആൻറ്റി? ചായ കുടിക്കുന്നതിനിടയിൽ രാഹുൽ ചോദിച്ചു. അറിയില്ല മോനെ, സുരഭി പറഞ്ഞു. എന്നാലും എൻ്റെ കുഞ്ഞിനെ ഇടയ്ക്കൊക്കെ ഒന്ന് കണ്ടില്ലെങ്കിൽ വലിയ വിഷമമോ, വിജയലക്ഷ്മി പറഞ്ഞു. ചായ കുടിച്ചിട്ട് രാഹുൽ എഴുന്നേറ്റു. പോവാ ആൻറ്റി, 2-3 എടുത്ത് പോകാനുണ്ട്. ശരി മോനെ, പോയിട്ട് വാ. രാഹുൽ ബൈക്കെടുത്ത് അപ്പോൾ തന്നെ പോയി. സുരഭി ബെഡ്റൂമിൽ ചെന്ന് ബാഗ് എടുത്തു കൊണ്ടുവന്നു. അവൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ടിഫിൻ മായ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ അതെടുത്ത് ബാഗിൽ വെച്ചു. ശരി, ഞാനും ഇറങ്ങുവാണേ. പോർച്ചിൽ കാറുണ്ടായിരുന്നു. മരിക്കും മുമ്പ് ഗിരീഷ് അവൾക്ക് വാങ്ങിക്കൊടുത്ത കാറായിരുന്നു അത്. വണ്ടിയെടുത്ത് സുരഭി ഹരിപ്പാടിന് പോയി. വീട്ടിൽ നിന്നും കഷ്ടിച്ച് 3 കിലോമീറ്റർ മാത്രമേ ഉള്ളായിരുന്നു ഓഫീസിലേക്ക്. അവിടെ ചെന്നപ്പോൾ ഭാഗ്യത്തിന് റെയിൽവേ ലെവൽ ക്രോസ് തുറന്നു കിടക്കുകയായിരുന്നു. ഏഴിക്കകത്ത് ജംഗ്ഷനിൽ ചെന്ന് കാറ് ടൗൺ ഹാളിനടുത്തേക്ക് പോയി. അതിനടുത്തായിരുന്നു അവരുടെ ഓഫീസ്. അന്ന് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് അവളെ ഗാഥ വിളിച്ചു. എന്താ മോളെ? സുരഭി വേഗം കോളെടുത്തു. അമ്മ കഴിച്ചോ? കൈയഴുകി വന്നതേ ഉള്ളൂ, നാളെ ഞാൻ വരുന്നുണ്ട്, ഗാഥ പറഞ്ഞു. അത് സന്തോഷകരമായ വാർത്തയായിരുന്നു, ഒട്ടും പ്രതീക്ഷിക്കാത്തത്. എന്തു പറ്റി? പെട്ടെന്ന് ഉടനെ ഒന്നും വരാൻ പറ്റത്തില്ലെന്നല്ലേ നീ അന്ന് പറഞ്ഞത്? സമയമുണ്ടായിട്ടല്ലമ്മേ. ഇടയ്ക്ക് വീട്ടിലൊന്നും വന്നില്ലെങ്കിൽ മനസ്സിനെന്തോ പോലെയാണ്. ജോലിയിൽ കോൺസെൻട്രേഷൻ കിട്ടാവുമ്പോഴാണ് ഞാൻ അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. പാവ എൻ്റെ കുട്ടി, സുരഭി മനസ്സിൽ പറഞ്ഞു. ഗാഥ മെഡിക്കൽ കോളേജിൽ ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് അവളുടെ അച്ഛൻ കാർഡിയാക് അറസ്റ്റുണ്ടായി മരിച്ചത്. അന്ന് ഡോക്ടർ ഗിരീഷ് മാവേലിക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തിരുന്നത്. താങ്ങാനാവാത്ത ദുഃഖവും പേരെയാണ് ഗാഥ അതിനുശേഷം കോളേജിലേക്ക് മടങ്ങിയത്. എന്നിട്ടും ഓരോ പരീക്ഷയും നല്ല നിലയിൽ തന്നെ പാസ്സായി. എന്താ മാഡത്തിൻ്റെ മുഖത്തൊരു സന്തോഷം? ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിർമ്മല ചോദിച്ചു. മോളാ വിളിച്ചതേ, അവൾ നാളെ വരുന്നുണ്ട്, സുരഭി വെളിപ്പെടുത്തി. എത്ര ദിവസം കാണും വീട്ടിൽ? ദിവസമോ? നാളെ ശനിയാഴ്ചയല്ലേ, നാളെ വൈകുന്നേരം വരും, പിറ്റേന്ന് ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് ഓടിപ്പോകും, സുരഭി പറഞ്ഞു. അത് കഷ്ടമാണല്ലോ, ഒരു ദിവസം തികച്ചു നിൽക്കാൻ പോലും പറ്റത്തില്ലല്ലോ. അത് സാരമില്ല, അവളെ ഒന്ന് കാണാൻ പറ്റുമല്ലോ, അത് മതി എനിക്ക്. അപ്പോൾ തന്നെ സുരഭി വീട്ടിലേക്ക് വിളിച്ച് ആ സന്തോഷ വാർത്ത അറിയിച്ചു. TV സീരിയൽ കാണുന്നതിനിടയിൽ ജയശ്രീ കണ്ണുകളുയർത്തി ക്ലോക്കിലൊന്ന് നോക്കി. സമയം 8:25. രാഹുൽ ഇതുവരെ എത്തിയിട്ടില്ല. ശീതൾ അവളുടെ മുറിയിലായിരുന്നു, പഠിക്കുകയാണ്. നങ്ങ്യാർകുളങ്ങര TKM കോളേജിൽ ഫൈനൽ BAക്ക് പഠിക്കുകയാണ് അവൾ. അല്പനേരം കഴിഞ്ഞപ്പോൾ വെളിയിൽ ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. അവൻ വന്നെന്ന് അവൾക്ക് മനസ്സിലായി. ഉടൻ തന്നെ കോളിംഗ് ബെൽ മുഴക്കി. ജയശ്രീ അനങ്ങിയില്ല, TV നോക്കിയിരുന്നതേ ഉള്ളൂ. വീണ്ടും വീണ്ടും ബെൽ മുഴക്കി. അതെല്ലാം കേട്ടെങ്കിലും അവൾ എഴുന്നേറ്റതേയില്ല. ബെല്ലടിക്കുന്നത് കേട്ടില്ലേ അമ്മേ? ശീതൾ അവളുടെ മുറിയിൽ നിന്നും ഇറങ്ങി വന്ന് ചോദിച്ചു. കേട്ടു. ഞാൻ തന്നെ വന്ന് കതക് തുറന്നു കൊടുക്കണോ? രാഹുലേട്ടനല്ലാതെ വേറെ ആരാ ഈ നേരത്ത് വരാൻ? അവൾ കതക് തുറക്കാനായി പോയി. നില്ല്, ജയശ്രീ പറഞ്ഞു. ശീതൾ പെട്ടെന്ന് നിന്നു. ജയശ്രീ ചെന്ന് കതക് തുറന്നു. പുറത്ത് രാഹുൽ നിൽക്കുന്നുണ്ടായിരുന്നു. അകത്തേക്ക് കയറാൻ വരട്ടെ, ജയശ്രീ പറഞ്ഞു. എന്താ അമ്മേ? ഒന്നും മനസ്സിലാകാത്ത മട്ടിൽ അയാൾ ജയശ്രീയുടെ മുഖത്തേക്ക് നോക്കി. നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ലേ 8 മണിക്കെങ്കിലും വീട്ടിലെത്തണമെന്ന്? ഇപ്പോൾ സമയത്രയായി? ഞാൻ കൂട്ടുകൂടി നടക്കായിരുന്നെന്നാണോ അമ്മയുടെ വിചാരം? ജിതിൻ്റെ കൂടെ ഓഫീസിലിരുന്ന് അക്കൗണ്ടുകൾ നോക്കിയായിരുന്നു. പകൽ അതിനൊന്നും സമയം കിട്ടത്തില്ല. സുധീന്ദ്രൻ എന്ന പേരുള്ള ഒരു അക്കൗണ്ടൻ്റ് ഉണ്ടല്ലോ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓഫീസിൽ. അപ്പോൾ അയാളുടെ പണി എന്താ? അമ്മ അത് അയാൾ എഴുതി വയ്ക്കുന്നതൊക്കെ കറക്റ്റാണോ എന്ന് ബിൽ നോക്കി നമ്മൾ വെരിഫൈ ചെയ്യണമല്ലോ. ഇക്കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, രാഹുൽ പറഞ്ഞു. ശീതളെല്ലാം കേട്ടു നിൽക്കുന്നുണ്ടായിരുന്നു. ശരിയാ, സ്വന്തം മക്കളെപ്പോലും ഇക്കാലത്ത് വിശ്വസിക്കാൻ പറ്റില്ല. ഓഫീസിൽ മദ്യം വാങ്ങി വെച്ചിട്ടുണ്ടോ, അക്കൗണ്ട് പരിശോധിക്കുന്നിടയിൽ ദാഹം തീർക്കാൻ?
ജയശ്രീയുടെ നോട്ടത്തിന് മുന്നിൽ രാഹുൽ ഒന്ന് പരുങ്ങി. അമ്മ മദ്യമൊന്നുമല്ല, വെറും ബിയറാണ്. ജിതിൻ മേടിച്ച് കാറിലിട്ടിരുന്നതാ. അവൻ തന്നപ്പോൾ ഞാനൊരു സിപ്പ് എടുത്തതേ ഉള്ളൂ. നിരപരാധിയെ പോലെ അയാൾ നിന്നു. ജീവിതത്തിൽ കുറച്ച് കള്ളത്തരമൊക്കെ ആകാം, പക്ഷെ സ്വന്തം അമ്മയുടെ മുമ്പിൽ അത് വേണ്ട. കയറിപ്പോടാ. രോക്ഷം ക്ഷമിക്കാതെ ജയശ്രീ പറഞ്ഞു. ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി രാഹുൽ സ്വന്തം മുറിയിലേക്ക് രക്ഷപ്പെട്ടു. നീ എന്താ നോക്കി നിൽക്കുന്നത്? കഴിക്കാനുള്ള എടുത്തു വയ്ക്ക്. ശീതളിന് ജയശ്രീ ഉത്തരവ് കൊടുത്തു. പേടി അഭിനയിച്ച് അവൾ വേഗം അടുക്കളയിലേക്ക് പോയി. രാത്രിയിൽ കഴിക്കാനുള്ള ചപ്പാത്തിയും കറിയും ഉണ്ടാക്കി കാസറോളുകളിലാക്കി വെച്ചിട്ട് സാവിത്രി പോയിരുന്നു. പകൽ മാത്രം വീട്ടിലുള്ള ജോലിക്കാരിയായിരുന്നു സാവിത്രി. വേഷം മാറ്റി രാഹുൽ കഴിക്കാൻ വന്നു. ഇന്ന് രസമുള്ളൊരു കാര്യമുണ്ടായി. ഡൈനിങ് ടേബിളിനടുത്തേക്ക് വന്ന് അയാളെ പറഞ്ഞു. എന്താണ്? ജയശ്രീ ചോദിച്ചു. ചെട്ടിക്കുളങ്ങരയിലെ നമ്മുടെ രാമചന്ദ്രൻ ചിറ്റപ്പന് ഒരു പൂതി. സുരഭി ആൻറ്റിയെ കല്യാണം കഴിച്ചാലോ ഒന്ന്. അതിന് അയാളുടെ ഭാര്യ മരിച്ചിട്ട് 1 കൊല്ലം പോലും ആയി കാണത്തില്ലല്ലോടാ. ആശ്ചര്യത്തോടെ ജയശ്രീ പറഞ്ഞു. 3 പേരും കഴിക്കാനിരുന്നു. 1 കൊല്ലം കഴിഞ്ഞു. 2 ആഴ്ച മുമ്പായിരുന്നു ഭാര്യയുടെ ഒരാണ്ട് ചടങ്ങ് നടത്തിയത്. പാവം, 1 കൊല്ലം പിടിച്ചു നിന്നില്ലേ? അതിൽ കൂടുതൽ എന്ത് ഭാര്യ സ്നേഹം കാണിക്കാനാ? ശീതൾ കളിയാക്കി. നിന്നോടിത് ആര് പറഞ്ഞു? ജയശ്രീ ചോദിച്ചു. ചോപ്പാട്ട് ഞങ്ങളുടെ ഒരു പ്രൊജക്റ്റ് ഉണ്ടല്ലോ. ഞാനവിടെ സൈറ്റിൽ നിൽക്കുമ്പോൾ പുള്ളിയുടെ അനിയത്തിൻ്റെ ഭർത്താവ് അത് വഴി വന്നു. യാദൃച്ഛികമായി വന്നതാണെന്നാണ് പറഞ്ഞത്. സത്യത്തിൽ അതല്ല, എന്നെ കാണാൻ വേണ്ടി തന്നെ വന്നത്. അയാൾ മുതുക്കുളം ബ്ലോക്ക് ഓഫീസിലാണ് ജോലി. അയാളെന്ത് പറഞ്ഞു? ചിറ്റപ്പൻ്റെ 2 മക്കളും അമേരിക്കയിലല്ലേ. കോളേജിൽ നിന്നും റിട്ടയർഡ് ചെയ്തത് 2 മാസം മുമ്പാണല്ലോ. വീട്ടിലൊറ്റയ്ക്ക, ഒരു കൂട്ട് വേണം. നിൻ്റെ അമ്മായി സുരഭിയെ രാമേന്ദ്രൻ ചേട്ടൻ കണ്ടിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചാലോ എന്ന് ചോദിച്ചു. നീ എന്ത് പറഞ്ഞു? സംസാരിക്കാമെന്ന് പറഞ്ഞു. താല്പര്യമില്ലെന്ന് നാളെ മറ്റന്നാളോ അയാളെ വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ. അത് നേരാ. എന്നാലും അയാൾ വേറെ ആരെങ്കിലും വിട്ട് സംസാരിപ്പിച്ചാലോ? അയാൾ റിട്ടയർഡ് കോളേജ് പ്രൊഫസറല്ലേ. കണ്ടാലും നല്ല പേഴ്സണാലിറ്റി. സുരഭിക്കൊരു ചായ്വ് തോന്നിയ ജയശ്രീ സംശയിച്ചു. വീട്ടിൽ ചെന്ന ആ നിമിഷം നമ്മൾ അറിയുമല്ലോ. അതിനല്ലേ നമ്മുടെ രഹസ്യ പോലീസ് അവിടെയുള്ളത്, രാഹുൽ പറഞ്ഞു. അത് കേട്ട് ശീതൾ ചിരിച്ചു. വിജയലക്ഷ്മിയുടെ കാര്യമാണ് ചേട്ടൻ പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായി. അത് തടയണം മോനെ. അവൾ വീണ്ടും കല്യാണം കഴിച്ചാൽ നമുക്ക് അവിടെയുള്ള സ്വാതന്ത്ര്യം കുറയും. നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടക്കാനും പോകുന്നില്ല, ജയശ്രീ പറഞ്ഞു. എനിക്കതറിയില്ലേ. എത്ര ആലോചനകൾ നമ്മൾ മുടക്കി. ഇതും നമ്മൾ കൈകാര്യം ചെയ്തോളും, ആത്മവിശ്വാസത്തോടെ രാഹുൽ പറഞ്ഞു. ഗാഥയും രാഹുലും തമ്മിലുള്ള കല്യാണം നടക്കണം. അത് നടന്നാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. സുരഭി മറ്റൊരു പുരുഷൻ്റെ അധീനതയിലായാൽ പല പദ്ധതികളും നടന്നെന്ന് വരില്ല. KSRTC സ്റ്റാൻഡിനടുത്ത് ഹൈവേയുടെ ഒരു വശത്തുള്ള 3 നില കെട്ടിടം ഗാഥയുടെ അച്ഛൻ ഡോക്ടർ ഗിരീഷ് പണിയിച്ചതാണ്. ഗിരീഷിനും സഹോദരി ജയശ്രീക്കും തുല്യ അവകാശമുള്ള 27 സെൻറ്റ് സ്ഥലത്താണ് അത് പണിയിച്ചിരുന്നത്. കെട്ടിടം പണിയാൻ പണം മുടക്കിയത് ഗിരീഷാണെങ്കിലും വരുമാനത്തിൻ്റെ പകുതി ജയശ്രീക്ക് കിട്ടും എന്നതായിരുന്നു എഗ്രിമെൻറ്റ്. ബാങ്ക്, ജ്വല്ലറി, ഷോപ്പ്, ഹോട്ടൽ, ഷൂ ഷോറൂം, കോൺഫറൻസ് ഹാൾ തുടങ്ങി ധാരാളം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന GN ആർക്കേഡിൽ നിന്നും മാസം 7 ലക്ഷത്തിനടുത്ത് കിട്ടും വാടക. അതിൻ്റെ പകുതി സുരഭിയുടെ അക്കൗണ്ടിലേക്കും ബാക്കി ജയശ്രീയുടെ അക്കൗണ്ടിലേക്കുമാണ് വന്നുകൊണ്ടിരുന്നത്. ഈ കല്യാണാലോചന നിസാരമായിട്ടെടുക്കരുത്. സുരഭിക്കൊരു മനംമാറ്റം ഉണ്ടായാലോ? ജയശ്രീ സംശയിച്ചു. ചെട്ടിക്കുളങ്ങര ചിറ്റപ്പൻ ഹരിപ്പാട് ടൗണിൽ കാലുകുത്തത്തില്ല. അതിനുള്ള മരുന്നൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ആശ്വാസത്തോടെ ജയശ്രീ എഴുന്നേറ്റ് കൈയഴുകി. പിന്നെ രാഹുലേട്ടനോട് എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട്, കുസൃതി ഒളിപ്പിച്ച് ശീതൾ പറഞ്ഞു. എന്താണ്? അയാൾ ചോദിച്ചു. കൺസ്ട്രക്ഷൻ കമ്പനിയിലെ സൈറ്റ് എഞ്ചിനീയറാണെന്നൊക്കെ പറയുന്നത് കൊള്ളാം. പക്ഷേ ഡിഗ്രി കാണിച്ച് ബോർഡ് എഴുതി വെക്കുകയോ വിസിറ്റിംഗ് കാർഡ് എടുപ്പിക്കുകയോ ചെയ്യരുത്. അയാളുടെ മുഖം വിളറി. കൂട്ടുകാരൻ്റെ അച്ഛൻ കൺസ്ട്രക്ഷൻ കമ്പനി ആയതുകൊണ്ട് BTech പാസ്സായി എന്നുള്ള സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പരീക്ഷ പാസ്സാകാതെ തോറ്റ് തുന്നമ്പാടി വന്നതാണെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ. പോടി അഹങ്കാരി. അയാൾ അവളെ അടിക്കാനായി കയ്യോങ്ങി. അവൾ ചിരിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു. സുരഭി ആൻറ്റിയും ഗാഥയും ഇതുവരെ അറിഞ്ഞിട്ടില്ല താൻ BTech പാസ്സായിട്ടില്ല എന്ന കാര്യം. അവർക്ക് അതറിയുകയും വേണ്ട. രാഹുൽ മുറിയിൽ കയറി വാതിലടച്ചു. ശനിയാഴ്ച പതിവിലേറെ സന്തോഷത്തോടു കൂടിയാണ് രാവിലെ സുരഭി ഉറക്കമുണർന്നെഴുന്നേറ്റത്. വൈകുന്നേരം ഗാഥ വരും. നാളെ രാവിലെ മണ്ണാർശാല അമ്പലത്തിൽ അവളെയും കൊണ്ട് പോകണം. സൗകര്യം കിട്ടുമ്പോഴൊക്കെ അവളെയും കൂട്ടിച്ചെന്ന് തൊഴാറുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടും
സുരഭി ഗർഭം ധരിക്കാതിരുന്നപ്പോഴാണ് മരുമകൾക്ക് വേണ്ടി അമ്മ ഉരുളി കമഴ്ത്തിയത്. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഘാതമോളെ പ്രസവിക്കുകയും ചെയ്തു. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞു ചിരിക്കുമായിരുന്നു ഗിരിയേട്ടൻ. ദൈവദോഷം പറയാതെ എന്ന് അവൾ അയാളെ അപ്പോൾ ശകാരിക്കുമായിരുന്നു. കിച്ചണിലെ പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം കേട്ട് സുരഭി അങ്ങോട്ട് ചെന്നു. ചേച്ചിക്ക് കാപ്പി തരട്ടെ? അവളെ കണ്ട മായ ചോദിച്ചു. ഞാൻ ബ്രഷ് ചെയ്തില്ല, ഒഴിച്ചു വച്ചേക്ക്, ഇപ്പോൾ വരാം, സുരഭി പറഞ്ഞു. അപ്പോഴാണ് ഒരു കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. മോളുടെ റൂം ക്ലീൻ ചെയ്യാൻ മറക്കല്ലേ മായേ? അതിന്നലെ ഓഫീസിൽ നിന്ന് ചേച്ചി വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ചെയ്തു. ജനലും വാതിലൊക്കെ തുറന്നിട്ടു, കാറ്റ് കയറാൻ. ബെഡ്ഷീറ്റും മാറ്റിയിട്ടില്ല, അത് ഇന്നാട്ടെ എന്ന് വിചാരിച്ചു. സുരഭിക്ക് സന്തോഷമായി. മായയുടെ സ്വഭാവം ഇങ്ങനെയാണ്. നമ്മൾ പറഞ്ഞില്ലെങ്കിലും അവൾ നോക്കിക്കണ്ട് കൃത്യമായി എല്ലാം ചെയ്യും. അവൾ ബെഡ്റൂമിലേക്ക് ചെന്നു. ഘാതയൊന്ന് വിളിച്ചാലോ എന്ന് ആലോചിച്ചു. പിന്നെ വേണ്ടാന്ന് വെച്ച്. മോള് രാവിലെ തിരക്കിലായിരിക്കും. അല്പസമയം കഴിഞ്ഞപ്പോൾ സുരഭിയുടെ മൊബൈലിൽ ഒരു കോള് വന്നു. ഘാതയായിരിക്കും എന്നാണ് വിചാരിച്ചത്. ചെന്ന് നോക്കിയപ്പോൾ സേതുമാധവൻ കോളിങ്. ആ പേര് കണ്ടപ്പോൾ സുരഭിയുടെ ഹൃദയം പെട്ടെന്ന് തരളിതമായി. അധ്യായം 2. സുരഭി തലതിരിച്ച് ഒന്ന് നോക്കി. വിജയലക്ഷ്മി കിച്ചണിൽ മായയുമായി എന്തോ സംസാരിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഹലോ സേതു. അവൾ മൊബൈലുമായി മെല്ലെ സിറ്റൗട്ടിലേക്ക് നടന്നു. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ഓഫീസിലെന്ന് വിശ്വസിക്കുന്നു, സേതുമാധവൻ പറഞ്ഞു. ഞാൻ വീട്ടിലാണ്, ഇന്ന് ഓഫീസില്ല. കസേരയിലേക്ക് മെല്ലെ ഇരുന്നു കൊണ്ട് സുരഭി പറഞ്ഞു. മനസ്സിലായി, കുയില് പാടുന്നത് കേൾക്കുന്നുണ്ട്. അവളൊന്ന് കാതോർത്തു. ശരിയാണ്, വീടിന് പിന്നിലുള്ള വളർന്നു മുറ്റിയ തേന്മാവിൻ്റെ ഏതോ കൊമ്പിലിരുന്നു കൊണ്ട് ഒരു കുയിൽ കൂവുന്നുണ്ട്. സേതു വിളിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, കുയിൽ പാടുന്നത് കേൾക്കാറുണ്ട്. അത് സത്യവുമായിരുന്നു. സ്ഥിരമായി കേൾക്കുന്നത് കൊണ്ട് അത് ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നതാണ്. കുയിലിന് എന്ത് ഭക്ഷണമാണ് കൊടുക്കാറുള്ളത്? അയാൾ ചോദിച്ചു. അയ്യോ, ഒന്നും കൊടുക്കാറില്ല. ഞങ്ങളതിനെ കാണാറ് പോലില്ല. പക്ഷെ ഇരുന്ന് പാടാൻ ഒരു മരക്കൊമ്പ് കൊടുത്തിട്ടുണ്ടല്ലോ. ഒറ്റക്കുയിലാണ്. ഒറ്റക്കുയിലാണെന്ന് സേതുവിന് എങ്ങനെ മനസ്സിലായി? അവൾ ചോദിച്ചു. കേൾക്കാൻ മധുരം കൂടുതൽ വിരഹഗാനങ്ങൾക്കാണ്. എൻജിനീയറിംഗ് പഠിച്ചതാണെങ്കിലും സേതുവിന് അഭിരുചി കലയോടായിരുന്നു. നന്നായി പാടുമായിരുന്നു കോളേജ് കാലത്തെ. സേതു പറഞ്ഞത് സത്യമാണെന്ന് അവൾക്ക് തോന്നി. കഴിഞ്ഞ തവണ വന്നപ്പോൾ മാവ് നിറയെ മാങ്ങയുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? ശരിയാണ്, 2-3 തവണ സേതു വീട്ടിൽ വന്നിട്ടുണ്ട്. 6 മാസം മുമ്പാണ് ഏറ്റവും ഒടുവിൽ വന്നത്. അന്ന് ചോറിൻ്റെ കൂടെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു. മാമ്പഴ പുളിശ്ശേരി ഒന്നാം തരം, നല്ല രുചിയും മധുരവും. ഊണ് കഴിക്കുമ്പോൾ സേതു പറഞ്ഞു, നമ്മുടെ പറമ്പിലെ തേന്മാവിലുണ്ടായ മാമ്പഴമാണ്. അവൾ ഓർമ്മിപ്പിച്ചു. അതാണ് കാര്യം. അതെല്ലാം സുരഭിക്കപ്പോൾ ഓർമ്മ വന്നു. സേതു ഇപ്പോൾ എവിടെയാണ്? അവൾ ചോദിച്ചു. ഗസ് ചെയ്യാമോ? കുസൃതി സ്വരത്തിൽ അയാൾ ചോദിച്ചു. കഴിഞ്ഞ തവണ വിളിച്ചത് മാനസ സരോവറിൽ നിന്നായിരുന്നു, അതിനു മുമ്പ് അമൃതസറിൽ നിന്നും. അതുകൊണ്ട് ഗസ് ചെയ്യാൻ വയ്യ, അവളും പറഞ്ഞു. ഞാനിപ്പോൾ നാട്ടിലുണ്ട്, മൂന്നാറിലാണ് സേതുവിൻ്റെ വീട്. അല്ല, എറണാകുളത്ത്. ശരിക്കും പറഞ്ഞാൽ ഫോർട്ട് കൊച്ചിയിൽ. ഇനി എങ്ങോട്ടാണ്? തിരുവനന്തപുരം, പത്മനാഭപുരം, ശുചീന്ദ്രം വഴി കന്യാകുമാരി, അയാൾ പറഞ്ഞു. തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ടോ? തിരിച്ചു വരുമ്പോൾ ഒരു ദിവസം. പഴയ ഓർമ്മകൾ അയവിറക്കാൻ ഒരവസരം. വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ സഹപാഠികളായിരുന്നു സുരഭിയും സേതുമാധവനും. VJD ഹാളിൽ വെച്ച് നടക്കാറുള്ള സാഹിത്യ സമ്മേളനങ്ങളും സംഗീത കച്ചേരികളും നാടകങ്ങളും അവരൊന്നിച്ചാണ് കണ്ടിട്ടുള്ളത്. മ്യൂസിയത്ത് മരത്തണലിലെ സിമൻറ്റ് ബെഞ്ചിലിരുന്ന് അരമണിക്കൂറുകളോളം സംസാരിച്ചിട്ടുണ്ട്. ശംഖുമുഖത്തെ ബീച്ചിൽ വെറുതെ കൈകോർത്ത് നടന്നിട്ടുണ്ട്. തിരുവനന്തപുരം വഴി പോകുമ്പോൾ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ ചെന്നിട്ട് ഗാതമോളെന്ന് കാണണമെന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ സമയക്കുറവ് കാരണം നടക്കാറില്ലടോ. മോളിന്ന് വൈകുന്നേരം വരുന്നുണ്ട്, സുരഭി പറഞ്ഞു. അതെയോ? നാളെ വീട്ടിലുണ്ടാവുമോ? ഉച്ച കഴിഞ്ഞ് തിരിച്ചു പോകും. എങ്കിൽ നാളെ ഞാൻ ഹരിപ്പാട് വഴി വരാം. ടീമിലുള്ളവർ വേറെ റൂട്ടിലാണ് പോകുന്നത്, സേതുമാധവൻ പറഞ്ഞു. അവളുടെ ഹൃദയം സന്തോഷം കൊണ്ട് ഒന്ന് കുതിച്ചു. അപ്പോൾ ഗാതമോളെ കാണാൻ വേണ്ടിയാണ് ഇതുവഴി വരുന്നതല്ലേ? അല്പം ഒരു പരിഭവസ്വരത്തിൽ സുരഭി ചോദിച്ചു. അതല്ല സത്യമെന്ന് നിനക്കറിയാലോ, അയാൾ ചിരിച്ചു. നാളെ എത്ര മണിയാകുമ്പോൾ പ്രതീക്ഷിക്കണം? ആഹ്ലാദമടക്കി
അവൾ ചോദിച്ചു. 9 കഴിഞ്ഞേ ഇവിടുന്ന് പുറപ്പെടൂ. എന്തായാലും ഉച്ചയൂണ് കഴിഞ്ഞേ ഞാൻ വിടൂ. മതി. അയാളുടെ സമ്മതം. അല്പനേരം കൂടി സംസാരിച്ച ശേഷമാണ് സേതുമാധവൻ കോള് കട്ട് ചെയ്തത്. അതിൻ്റെ ലഹരിയിൽ നിന്നും വിമുക്തയാകാൻ കഴിയാതെ സുരഭി അവിടെ തന്നെ ഇരുന്നു. സ്നേഹിച്ചിരുന്ന കാലത്ത് എന്നെ വിവാഹം കഴിക്കുമോ എന്ന് ഒരിക്കൽ പോലും അവൾ അയാളോട് ചോദിച്ചില്ല. ഞാൻ നിന്നെ കല്യാണം കഴിക്കാമെന്ന് അയാളെ പറഞ്ഞിട്ടുമില്ല. പക്ഷെ രണ്ടുപേരും അത് ആഗ്രഹിച്ചിരുന്നു. രണ്ടുപേരും എൻജിനീയറിംഗ് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. ഡൽഹിയിൽ ഒരു കമ്പനിയിൽ ജോലി കിട്ടി. സേതുമാധവൻ അങ്ങോട്ട് പോയി. സുരഭിക്ക് നാട്ടിൽ PWDയിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയറായിട്ട് ജോലി കിട്ടി. അപ്പോഴാണ് ഡോക്ടർ ഗിരീഷിൻ്റെ ആലോചന വന്നത്. സർക്കാർ ഹോസ്പിറ്റലിലെ ഡോക്ടർ, സുമുഖൻ, നല്ല കുടുംബം. എതിർത്ത് നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. വിവാഹം നടന്നു. പിന്നീട് സേതുമാധവൻ അധികകാലവും ഡൽഹിയിൽ തന്നെ ആയിരുന്നു. കൂടെ ജോലി ചെയ്തിരുന്ന പഞ്ചാബി പെൺകുട്ടിയെ വിവാഹം ചെയ്തു. ഒരു മകളുണ്ടായി. 10 വർഷത്തിന് ശേഷം രണ്ടുപേരും ബന്ധം പിരിഞ്ഞു. ലണ്ടൻ ആസ്ഥാനമായുള്ള ഒരു ബ്രിട്ടീഷ് TV ചാനലിൻ്റെ ഇന്ത്യയിലുള്ള പ്രൊഡ്യൂസറാണ് ഇപ്പോൾ സേതുമാധവൻ. ലോകത്തുള്ള വൻകിട ഹോട്ടലുകളാണ് അവരുടെ സ്പോൺസർമാർ. ഇന്ത്യയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, പ്രശസ്തമായ ആരാധനാലയങ്ങൾ, ഹെറിറ്റേജ് പട്ടണങ്ങൾ എന്നിവയെക്കുറിച്ച് ഡോക്യുമെൻ്ററി സിനിമകൾ എടുത്തു കൊടുക്കുക എന്നതാണ് ജോലി. വല്ലവരുടെയും ചിലവിൽ ഇന്ത്യ മുഴുവൻ ചുറ്റിയടിക്കാം. ഇഷ്ടമുള്ള ജോലി, പിന്നെ കൈനിറയെ കാശും. കഴിഞ്ഞ തവണ വന്നപ്പോൾ സേതു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതുകൂടാതെ ചില അന്തർദേശീയ ട്രാവൽ മാഗസിനുകളിലും മനോഹരമായ ഇംഗ്ലീഷിലെ യാത്രാ വിവരണവും എഴുതാറുണ്ട്. ഗിരിയേട്ടൻ മരിച്ച സമയത്ത് സേതു കുമരകത്തുണ്ടായിരുന്നു. പത്രത്തിലെ ചരമവാർത്ത കണ്ടിട്ടാണ് വിവരം അറിഞ്ഞത്. ഭാര്യയുടെ പേര് സുരഭി എന്ന് കണ്ട് സംശയം തോന്നിയിട്ട് ആരോടൊക്കെ അന്വേഷിച്ച് പഴയ ക്ലാസ്മേറ്റ് തന്നെയാണെന്ന് ഉറപ്പുവരുത്തി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കത്ത് കിട്ടി. ഞാൻ ആ പഴയ സേതുവാണ്. ഡോക്ടർ ഗിരീഷിൻ്റെ മരണവാർത്ത പത്രത്തിൽ വായിച്ചപ്പോഴാണ് ഭാര്യ സുരഭിയാണെന്ന് മനസ്സിലായത്. അന്ന് തന്നെ വീട്ടിൽ വന്ന് ദുഃഖം അറിയിക്കണമെന്ന് തോന്നിയെങ്കിലും അനവസരത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയാകും എന്ന് തോന്നിയത് കൊണ്ട് വന്നില്ല. കത്തിനൊപ്പം സേതുവിൻ്റെ വിസിറ്റിംഗ് കാർഡും വെച്ചിട്ടുണ്ടായിരുന്നു. കോളേജിൽ നിന്നും പിരിഞ്ഞ ശേഷം പരസ്പരം കണ്ടിട്ടേയില്ല. എവിടെയാണുള്ളതെന്ന് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു. തൻ്റെ വിവാഹം കഴിഞ്ഞുവെന്ന് ഏതോ സുഹൃത്ത് വഴി സേതു അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് മാത്രം. ആ കത്തിന് മറുപടി അയച്ചില്ല. വിസിറ്റിംഗ് കാർഡിൽ 3 ഫോൺ നമ്പർ ഉണ്ടായിരുന്നെങ്കിലും ഒന്നിലേക്കും വിളിച്ചില്ല. 1 വർഷത്തിന് ശേഷം പഴയ ഡയറിയിൽ നിന്നും ഗാഥയ്ക്ക് എങ്ങനെയോ ആ കത്ത് കിട്ടി. ആരാ അമ്മ ഈ സേതുമാധവൻ? കത്തുമായി വന്ന് അവൾ തിരക്കി. പഴയ ക്ലാസ്മേറ്റാണ്. ഒഴുക്കം മട്ടിൽ പറഞ്ഞെങ്കിലും അവൾ വിട്ടില്ല. കുത്തി ചോദിച്ച് അവൾ കുറച്ചൊക്കെ മനസ്സിലാക്കി. ഗാഥയാണ് സേതുമാധവൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ആദ്യം സംസാരിച്ചത്. അവരെ പെട്ടെന്ന് കമ്പനിയായി. അതിനുശേഷമാണ് അവൾ അമ്മയ്ക്ക് ഫോൺ കൊടുത്തത്. പഴയ സൗഹൃദം വീണ്ടും തളിരിട്ടത് അങ്ങനെയാണ്. ഇടയ്ക്കൊക്കെ സേതുമാധവൻ വിളിച്ചു. ആ പഴയ കാലം തിരിച്ചു വരുന്നത് പോലെ തോന്നി സുരഭയ്ക്ക്. 2-3 തവണ അയാൾ കാണാനും വന്നു. ഒരിക്കലും ഗാഥയുണ്ടായിരുന്നു വീട്ടിൽ. പ്രിയരെ, നമ്മുടെ കഥ പുതിയ നോവലാണ്. ആദ്യത്തെ അധ്യായം ഇവിടെ തുടരുകയാണ്. നാളെ ഇതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പോന്നോട്ടെ. ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ, നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.